നമസ്കാരം. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ അഭിമുഖമായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു നൽകിയ ഇന്റർവ്യൂ. ഹോട്ട് സീറ്റ് എന്ന പരിപാടിയിൽ സരികയായിരുന്നു അവതാരക. രേണുവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു സരികയുടെ ചോദ്യങ്ങൾ. എന്നാൽ അഭിമുഖം വൈറലായതോടെ അവതാരകയ്ക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞു. സരികയുടെ ചോദ്യങ്ങൾ രേണുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നായിരുന്നു കമന്റുകൾ. ഇപ്പോഴിതാ വൈറൽ അഭിമുഖത്തിന് പിന്നാലെ ആർക്കും അറിയാത്ത പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തി പ്രതികരിച്ചിരിക്കുകയാണ് സരിക. രേണു പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിൽ താൻ ധാർഷ്ട്യത്തോടെ പെരുമാറിയതെന്നും ചോദ്യങ്ങൾ ചോദിച്ചതെന്നുമെന്നും പറയുകയാണ് ഇപ്പോൾ സരിക. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലാണ് സരികയുടെ മറുപടി. കഴിഞ്ഞ ദിവസം ഞാൻ അവതാരകയായി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ആയിരുന്നു. അതിൽ രേണു സുധി ഗസ്റ്റായി വന്നു. ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 1 വർഷത്തോളം ആയിരിക്കുന്നു. രേണുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. രേണു റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ പച്ചത്തെറികൾ മാത്രം പറഞ്ഞവരാണ് മലയാളികൾ. പക്ഷേ എപ്പോഴും രേണുവിനെ അനുകൂലിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ പറയാറുള്ളത്. ഞാൻ അവർക്ക് അനുകൂലമായി ചെയ്ത വീഡിയോകൾ ചെയ്തതിന് നന്ദിയും രേണു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈറലായ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുൻപ് തന്നെ രേണു സുധിയും ഞാനും സുഹൃത്തുക്കളായിരുന്നു. പരസ്പരം ശത്രുതയൊന്നും ഇല്ലായിരുന്നു. രേണുവിനെ ഇതുവരെ തെറി പറയാത്ത 1% ആളുകളിൽ ഒരാൾ ഞാനാണ്. ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് തന്നെ രേണു എത്തിയിരുന്നു. മറ്റ് ഗസ്റ്റുകളെ പോലെ ആയിരുന്നില്ല. അവരുടെ വിനയം അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം രേണുവിന്റെ അനുമതിയോടെയാണ് ചോദിച്ചത്. അരഗന്റായി ചോദിക്കണം, കൊഞ്ചിക്കൊഴിഞ്ഞ് ചോദിക്കരുത്. ഇത് രേണു തന്നെ പറഞ്ഞിരുന്നു. ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അഭിമുഖത്തിന് താല്പര്യം തോന്നിയതെന്നും രേണു പരിപാടിയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അവർ വളരെ ബോൾഡായ സ്ത്രീയാണ്. പരസ്പരം കൈകൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഗോദയിലേക്ക് ഇറങ്ങിയത്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതും കെട്ടിപ്പിടിച്ചിട്ടാണ്. ഞാനും രേണു അഭിമുഖം കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു. പ്രശ്നം പ്രേക്ഷകർക്കാണ്. നിലപാടില്ലാത്ത പ്രേക്ഷകരുടെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിമുഖം 10 ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു. 7000-ഓളം ആളുകൾ എന്നെ തെറി വിളിച്ചിട്ടുമുണ്ട്. എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം അവർ അത് അർഹിക്കുന്നു. ആ ഇന്റർവ്യൂ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് വരെ രേണുവിനെ തെറി പറഞ്ഞ ആരാധകരാണ് ആ വൈറൽ ഇന്റർവ്യൂവിനു താഴെ അവരെ പിന്തുണച്ചത്. രേണു സുധി വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെയാണ് കമന്റുകൾ. രേണു മുൻപും നല്ലത് തന്നെയായിരുന്നു. പക്ഷേ രേണുവിന്റെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരുമായി ഒപ്പം അഭിനയിച്ചവരുടെയും പേരെല്ലാം വലിച്ചിഴച്ച് രണ്ടാമത് കെട്ടാൻ പ്രേക്ഷകരെല്ലാം നടന്നു. അല്ല, കെട്ടിക്കാൻ. രേണുവിന്റെ മകനെ പോലും വെറുതെ വിട്ടില്ല. അത്രത്തോളം അവരെ ഹരാസ് ചെയ്ത നിങ്ങളോട് ഇതിൽ വിശദീകരണം നൽകേണ്ട ആവശ്യം എനിക്കില്ല. കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാരാണെന്ന കമന്റിലൂടെ തെറി വിളിച്ച പൊട്ടന്മാരെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട് ഒരു ചുക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവതാരക തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായാലും രേണു സുധി കാരണം ഒരാൾ കൂടെ ഇപ്പോൾ ഇത് എയറിൽ കയറിയിട്ടുണ്ട്. ചില പാപ്പരാസികൾ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ.